ഒരു വലിയ ദുരന്തം കൺമുന്നിൽ കാണുമ്പോൾ അടക്കിപ്പിടിച്ച ചിരിയോടെ അത് ക്യാമറയിൽ പകർത്തണമെങ്കിൽ അതിന് വലിയൊരു മനസ്സ് വേണം. ഒട്ടും പതറാത്ത ഒരു മനസ്സ്. ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാതെ ബാക്കിയുള്ളവർ ശ്വാസമടക്കി ആ ദുരന്തത്തിൽ അന്താളിച്ച് നിൽക്കുമ്പോഴും ചിരിയോടെ കളിയാക്കുന്ന വിധത്തിൽ ഒരു വീഡിയോ പകർത്തണമെങ്കിൽ അയാളുടെ മനസ്സ് അത്ര വലുതൊന്നുമായിരിക്കില്ല. മനുഷ്യ മനസ്സാക്ഷിക്ക് നിരക്കാത്ത ഒരു പ്രവൃത്തി തന്നെയാകും അത്. അതൊരു പാകിസ്ഥാൻ പൗരൻ ആണെന്നത് കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിനോടുള്ള ഒരു ആക്ഷേപമായിരിക്കാം ഒരുപക്ഷെ അയാളുടെ മനസ്സിൽ ആ സംഭവത്തിന് സാക്ഷിയായപ്പോൾ ഉണ്ടായതും. ദുബായ് എയർ ഷോയിൽ ഇന്ത്യൻ തേജസ് വിമാനം തകർന്നു വീണപ്പോൾ ഒരു പാക് മാധ്യമ പ്രവർത്തകൻ ചിരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തത് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. പൈലറ്റിന്റെ മരണത്തിനിടയാക്കിയ ദുരന്തത്തെ ചിരിയോടെ അവതരിപ്പിച്ച ആ മനുഷ്യരഹിതമായ പ്രവൃത്തിയിൽ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. ദുബായ് എയർ ഷോയിലായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണത്. ഈ സംഭവത്തിന്റെ ദാരുണ ദൃശ്യങ്ങൾ പകർത്തിയ പാക് മാധ്യമ പ്രവർത്തകൻ പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് ആ ഒരു ദുരന്തത്തെക്കുറിച്ച് ആ വീഡിയോയിൽ പറയുന്നത്. ആ ശബ്ദവും വീഡിയോയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഈ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി കഴിഞ്ഞു. ഒരു ഇന്ത്യൻ പൈലറ്റിന്റെ ദാരുണമായ മരണത്തെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവതരിപ്പിച്ച പാക് മാധ്യമ പ്രവർത്തകനെതിരെയാണ് ഇത്തരത്തിൽ വിമർശനം സമൂഹ മാധ്യമങ്ങളിലും പൊതു ഇടങ്ങളിലും ഉയർന്നു കേൾക്കുന്നത്. വീഡിയോ പ്രചരിച്ചതോടെ ഇത് മനുഷ്യരഹിതമായ പ്രവൃത്തി എന്നാണ് നെറ്റിസൺസ് പ്രതികരിച്ചിരിക്കുന്നത്. സംഭവത്തിൽ മരിച്ച പൈലറ്റിനോട് പോലും അനാദരവ് കാണിച്ച പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തകൻ മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തിയാണ് ചെയ്തതെന്നും നാണമില്ലാതെ ചിരിക്കുന്നു എന്നും ആരോപിച്ച് നിരവധി എക്സ് ഉപയോക്താക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. അത്യധികം അറപ്പുളവാക്കുന്നതും അപമാനകരവുമാണ് ഇതെന്നാണ് മറ്റൊരു കമന്റ്. മാധ്യമ പ്രവർത്തകനെതിരെ നടപടിയെടുക്കാനും UAE സർക്കാരിനോട് ചിലർ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം ആ പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തകന് വേണ്ടി ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്നും തീർച്ചയായും ഇത് വലിയ ഒരു നഷ്ടമാണെന്നും അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു എന്നുമാണ് ആ പാകിസ്ഥാനി എക്സ് ഉപയോക്താവ് പ്രതികരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ദുബായ് എയർ ഷോയിൽ വ്യോമാഭ്യാസ പ്രകടനത്തിനിടെ ഇന്ത്യൻ വ്യോമസേനയുടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണത്. വിമാനത്തിൽ ഉണ്ടായിരുന്ന ഏക പൈലറ്റായ വിംഗ് കമാൻഡർ നമൻഷ് സിയാൽ അപകടത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. സംഭവത്തിന് പിന്നാലെ നിരവധി നേതാക്കളും ഇന്റർനെറ്റ് ഉപയോക്താക്കളും ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പോലും അപകടത്തിൽ മരിച്ച പൈലറ്റിന്റെ കുടുംബത്തിനും ഇന്ത്യൻ വ്യോമസേനയ്ക്കും അനുശോചനം അറിയിച്ചിരുന്നു.